ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ ദിവസമാണ്. പുണ്യതാതൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് നേരുകയാണ്. യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നിന്റെ ജീവിതത്തിലേക്ക് ഒത്തിരി നന്മകൾ കടന്നു വരട്ടെ. യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക, അതൊരു വചനഭാഗമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. വലിയൊരു പ്രതിസന്ധി നേർന്ന യോസഫ് ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് എന്തു ചെയ്തു എന്നാ നോക്കുക. ഇടയ്ക്കൊരു സ്വപ്നം ഉണ്ടായി, ദൈവത്തിന് ദൂത് വന്നു. പക്ഷേ ജോസഫ് കണ്ണും പൂട്ടി അത് വിശ്വസിച്ചു എന്നുള്ളയാ. വചനം ഇങ്ങനെയല്ലേ പറയുക, നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ. ജോസഫിൻ്റെ ചിന്താരീതിക്ക് അനുസരിച്ചല്ല, കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്താരീതിക്ക് അനുസരിച്ചല്ല, എന്താണ് ദൂതൻ പറഞ്ഞത് അതങ്ങ് ചെയ്തു. അത് നമ്മുടെ യോസേപ്പ് പിതാവ്. ഇനി നീ ഒന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നിന്നിലേക്ക് ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ വരുമ്പോൾ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ നീ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? നിൻ്റെ ബുദ്ധിയിലിട്ട് അമ്മാനമാടോ? 100 പേരോടുകൂടി ചോദിച്ച് അതിനെ വേറെ രീതിയിലാക്കി തീർക്കുമോ? കണ്ണും പൂട്ടി ദൈവത്തെയും ദൈവ സന്ദേശത്തെയും വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുമോ? സാധിച്ചാൽ വിജയിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമ്മുടെ യോസേപ്പ് പിതാവ്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് കർത്താവേ. ഇന്നേ ദിവസം നിന്റെ വളർത്തുപിതാവിനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണല്ലോ. ദൈവപിതാവിൻ്റെ എല്ലാ വാക്കുകൾക്കും എല്ലാ പ്രേരണകൾക്കും എത്രത്തോളമാ പിതാവ് വില കൊടുത്തത്. ഈശോയെ, നിന്നെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട്, നിന്നെ ലോകത്തിന് നൽകുവാനായിട്ട് പിതാവ് എത്രത്തോളം അധ്വാനിച്ചത്. ഈ നിമിഷം എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലെ നിന്നെ വളർത്തിക്കൊണ്ട് വരാൻ യോസേപ്പ് പിതാവിനെ പോലെ അധ്വാനിക്കാനുള്ള ഒരു കൃപ ഈ വ്യക്തിക്ക് നൽകണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യോസേപ്പ് പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ധാരാളം നന്മകൾ ഈ വ്യക്തിയിലേക്ക് കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.